anything which occupies space and having certain mass. And that is what is called matter. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും certain amount മാസ് ഉള്ളതുമായിട്ടുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ മാറ്റർ എന്ന് പറയുന്നത്. മാറ്ററിലെ കൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിളിനനുസരിച്ച്, ദാറ്റ് മീൻസ് അവരുടെ കോമ്പോസിഷൻ അനുസരിച്ച് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. നോക്കണേ, മിക്സർ ആയിട്ടും പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ടുമാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. നമ്മൾ കൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസിന്റെ ക്ലോസ് പാക്കിങ്ങിന്റെ ബേസിസിൽ, ദാറ്റ് മീൻസ് സ്റ്റേറ്റിന്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതല്ല, കോമ്പോസിഷന്റെ ബേസിലാണ്. മിക്സർ ആയിട്ടും പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യാം. മിക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം കമ്പോണന്റിന്റെ കോമ്പിനേഷൻ ആണ്. ഇവിടെ ഈ മിക്സർ രണ്ട് ടൈപ്പിൽ വരാം. ഹോമോജീനിയസ് മിക്സറും വരാം, ഹെട്രോജീനിയസ് മിക്സറും വരാം. ഇനി പ്യുവർ സബ്സ്റ്റൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, എലമെന്റ് ആൻഡ് കോമ്പൗണ്ട്. ഇനി ഇതിലെ ഓരോരുത്തരും എന്താണ് എന്ന് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കാം. ഓക്കെ, എലമെന്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ എനിത്തിങ് ഇൻ ഇറ്റ്സ് പ്യുവറസ്റ്റ് ഫോം എന്നാണ് പറയുന്നത്. എനിത്തിങ് ഇൻ ഇറ്റ്സ് പ്യുവറസ്റ്റ് ഫോം എന്തുവാ, പക്ഷേ പ്യുവർ ഫോമിലായിരിക്കണം. ദാറ്റ് മീൻസ് ഒരേ ടൈപ്പ് ആറ്റങ്ങൾ മാത്രമേ അതിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അതൊന്നുകിൽ ആറ്റമിക് ഫോർമാറ്റിലാവാം, അല്ലെങ്കിൽ മോളിക്കുലാർ ഫോർമാറ്റിൽ ആവാം. ഓക്കെ, ഓക്സിജൻ ആറ്റം എലമെന്റ് ആണ്, ഓക്സിജൻ മോളിക്യൂളും എലമെന്റ് ആണ്, കാരണം അതിൽ ഓക്സിജൻ ആറ്റം മാത്രമേ ഉള്ളൂ. ഓസോൺ എന്ന് പറയുന്ന മോളിക്യൂളും എന്ത് തന്നെയാണ്, എലമെന്റ് ആണ്, കാരണം അതിൽ ഒരേ ടൈപ്പ് ആറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അയൺ അയൺ മാത്രമല്ലേ ഉള്ളൂ. ഒരു അയൺ റോഡ് എടുത്തു കഴിഞ്ഞാൽ അയൺ മാത്രമാണ് പ്രസന്റ് എങ്കിൽ അതും എന്തിന് എക്സാമ്പിൾ ആണ്, എലമെന്റ്. ഡയമണ്ട്, കാർബൺ ആറ്റങ്ങൾ മാത്രമാണ് അതിൽ പ്രസന്റ് ആയതെങ്കിൽ അതും എന്ത് എലമെന്റ് ആണ്. എനിത്തിങ് ഇൻ ഇറ്റ്സ് പ്യുവറസ്റ്റ് ഫോം, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് എലമെന്റ്. അതേ സമയത്ത് കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്കുലാർ ഫോർമാറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. എലമെന്റ് ആറ്റമിക് ഫോർമാറ്റിലും ഉണ്ടാവും, മോളിക്കുലാർ ഫോർമാറ്റിലും ഉണ്ടാവും. അതേ സമയത്ത് കോമ്പൗണ്ട് എല്ലാ സമയത്തും മോളിക്കുലാർ ഫോർമാറ്റിലേ ഉണ്ടാവുള്ളൂ. കാരണം ഒന്നിലധികം ഡിഫറെന്റ് ആറ്റങ്ങളുടെ കോമ്പിനേഷൻ ആണ് കോമ്പൗണ്ടിലേക്ക് ലീഡ് ചെയ്യുന്നത്. നിങ്ങൾ നോക്ക്, H2O, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. HNO3, ഹൈഡ്രജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഇസ് ക്ലിയർ? ഡിഫറെന്റ് ടൈപ്പ് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തുണ്ടാവുന്ന മോളിക്യൂളുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കോമ്പൗണ്ടുകൾ എന്ന് വിളിക്കുന്നത്. ഇതും ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ഹോമോജീനിയസ് മിക്സർ. ഹോമോജീനിയസ് മിക്സറിന് എക്സാമ്പിൾ ആണ് സൊല്യൂഷൻ. കോമ്പൗണ്ടുകൾ കംപ്ലീറ്റ്ലി മിക്സ് ചെയ്യുക, കോമ്പൗണ്ടുകൾ കംപ്ലീറ്റ്ലി മിക്സ് ചെയ്യുക, ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് യൂണിഫോം ത്രൂ ഔട്ട്. കോമ്പൗണ്ട് കമ്പൈൻസ് കംപ്ലീറ്റ്ലി ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് യൂണിഫോം ത്രൂ ഔട്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഹോമോജീനിയസ് മിക്സർ. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഒന്നുമില്ല. ഒരു ഗ്ലാസ് വാട്ടർ എടുത്തു, ആ വാട്ടറിലേക്ക് ഞാൻ പഞ്ചസാര ആഡ് ചെയ്തു, നന്നായിട്ട് ഇളക്കി. ആ പഞ്ചസാര യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയി ആ വാട്ടറിനകത്ത് മുഴുവൻ. മനസ്സിലായോ? എന്ന് വെച്ചാൽ എവിടുന്ന് വാട്ടർ എടുത്ത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിന് ഏത് ടേസ്റ്റ് ആയിരിക്കും, സ്വീറ്റ് ടേസ്റ്റ് ഈക്വൽ ആയിരിക്കും. കാരണം ആ പഞ്ചസാര അതിൽ യൂണിഫോം ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്ന് മാത്രമല്ല, അത് ഒറ്റ സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. വാട്ടർ അവിടെ ലിക്വിഡ് സ്റ്റേറ്റിലും പഞ്ചസാര അവിടെ സോളിഡ് സ്റ്റേറ്റിലുമായിരുന്നു. ആ സോളിഡ് സ്റ്റേറ്റിലുള്ള പഞ്ചസാര വാട്ടറിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടപ്പോൾ അത് കംപ്ലീറ്റ് ലിക്വിഡ് ഫോർമാറ്റിലായി. അങ്ങനെ ഒരേ ഫേസിലേക്ക് വരികയും കമ്പോണന്റുകൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവുകയും ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഹോമോജീനിയസ് മിക്സർ. കമ്പോണന്റ് മിക്സ് കംപ്ലീറ്റ്ലി ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോം ത്രൂ ഔട്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഹോമോജീനിയസ് മിക്സർ. ഇനി അതേ സമയത്ത് ഹെട്രോജീനിയസ് മിക്സർ ഒന്ന് നോക്ക്. വാട്ടറും മഡും, കുറച്ച് വാട്ടർ എടുത്ത് ഞാൻ അതിലേക്ക് മഡ് ഇട്ട് നന്നായിട്ട് ഇളക്കി. ഒരു കാരണവശാലും ആ മഡ് ആ വാട്ടറിൽ യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവില്ല. എന്ന് മാത്രമല്ല, കുറച്ച് കഴിഞ്ഞാൽ അത് സെറ്റിൽ ഡൗൺ ചെയ്യും, സെപ്പറേറ്റ് ഔട്ട് ചെയ്യും. വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലും മഡ് സോളിഡ് സ്റ്റേറ്റിലും എക്സിസ്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഏതെന്ന് വിളിക്കുന്നത്, ഹെട്രോജീനിയസ് മിക്സർ എന്ന് പറയുന്നത്. അവിടെ ഒരു കാരണവശാലും കമ്പോണന്റ് ഡസ് നോട്ട് കംപ്ലീറ്റ്ലി മിക്സ് ടുഗദർ and does not uniform distribution does not uniform throughout. That is what is called heterogeneous mixer.